ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും സമ്മാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. എന്നാൽ ആ സമ്മാനം ഈശോയിൽ നിന്നാണെങ്കിലോ? കുരിശു മരണത്തിന് തൊട്ടു മുൻപ് ഈശോ യോഹന്നാൻ സ്ലീഹായ്ക്ക് ഒരു വലിയ സമ്മാനം നൽകി. തൻ്റെ പരിശുദ്ധ അമ്മയെ യോഹന്നാൻ സ്ലീഹായ്ക്ക് സ്വന്തം അമ്മയായി നൽകി എന്നതാണ് ആ വലിയ സമ്മാനം. യോഹന്നാൻ സ്ലീഹായും മാതാവും ഒരുമിച്ച് ഒത്തിരി ആത്മാക്കളെ ഈശോയ്ക്ക് നേടിക്കൊടുത്തു. ഇന്ന് ഇതേ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ദമ്പതികളാണ് നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. സാന്റോ മിഷന്റെ സാരഥികളായിട്ടുള്ള ജോഫിൻ ചേട്ടനും സിമി ചേച്ചിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ജോഫിൻ ചേട്ടാ, സാന്റോ മിഷനെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. സാന്റോ എന്ന വാക്കിൻ്റെ അർത്ഥം ഹോളി എന്നാണ്. അപ്പോൾ സാന്റോ മിഷൻ എന്ന് പറഞ്ഞാൽ ഹോളിയായ ഒരു മിഷൻ, ലോകം മുഴുവൻ പരിശുദ്ധമായ ഒരു ഉദ്ദേശത്തോടുകൂടി പരിശുദ്ധ ജപമാലയും പ്രാർത്ഥനകളും അതുപോലെ വിശ്വാസങ്ങളും ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു ചെറിയൊരു പ്രാർത്ഥനാ മിഷനാണ് ഞാനും സിമിയും കൂടി ഒരു ചെറിയ ജപമാല മാത്രം പങ്കുവെച്ച് തുടങ്ങിയ വളരെ എളിയ രീതിയിലുള്ളൊരു മിഷൻ. എൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധമ്മ, എൻ്റെയും സിമിയുടെയും ജീവിതത്തിൽ പരിശുദ്ധമ്മ ഞങ്ങളുടെ എല്ലാമാണ്, പരിശുദ്ധ കുർബാനയും. അപ്പോൾ ലോകം മുഴുവൻ പ്രാർത്ഥനകളും വിശ്വാസങ്ങളും എത്തിക്കാനായിട്ട് ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അതിൻ്റെ ഒരു പങ്ക് മാത്രമാണ് സാന്റോ മിഷനിലൂടെ ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഒരു ജപമാല മാത്രം നമ്മുടെ മലയാളത്തിൽ പങ്കുവെച്ച് തുടങ്ങിയ വളരെ എളിയ രീതിയിൽ തുടങ്ങിയ ഒരു മിഷനാണ് സാന്റോ മിഷൻ. താങ്കൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച ഒരു കൂട്ടം അപ്പോസ്തലന്മാരുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന്. കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആഗ്രഹമായിരുന്നു ഞങ്ങളെ ഒരുമിപ്പിച്ചതും അതുപോലെ ഈശോയിൽ വളർത്തിയത്, പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ ജപമാലയിലും ഞങ്ങളെ വളർത്തിയത്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയൊരു ശ്രമമാണ് ലോകം മുഴുവൻ ജപമാലകളും പ്രാർത്ഥനകളും വിശ്വാസവും എത്തിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ആദ്യ പടിയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന സാന്റോ മിഷൻ. ആക്ച്വലി ഞങ്ങൾ ഈ മിഷനിലൂടെ ഇന്ന് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ 4 വർഷത്തോളമായി ഈ മിഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ഇന്നേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മീഡിയയും ടെക്നോളജിയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ രക്ഷപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാനായിട്ട് ഒരു അൽമായ പ്രേക്ഷിതൻ എന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ അതിൻ്റെ ആ ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു ശ്രമമാണ് സാന്റോ മിഷനിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നത്. സാന്റോ മിഷന്റെ നിലവിലുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഞങ്ങൾ ഈ ഒരു മിഷൻ ആരംഭിക്കുന്നത് ഒരു ജപമാല മിഷനായിട്ടാണ്. ഞാനും സിമിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ സ്വാധീനമാണ് പരിശുദ്ധമ്മയുടെ ജപമാല. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ കത്തോലിക്ക ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ജപമാല ഏറ്റവും വലിയ ബലമായിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധമ്മയുടെ ജപമാല ലോകം മുഴുവൻ പങ്കുവയ്ക്കണം. അതിന് പിന്നിലൊരു കഥയുണ്ട്, അത് ഞങ്ങൾ പിന്നീട് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തോടെയാണ് ഈ മിഷൻ തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും സാന്റോ മിഷൻ ആഗ്രഹിക്കുന്നത് ഒരു ജപമാല മിഷനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ലോകം മുഴുവൻ ജപമാലകൾ എത്തിക്കുക, ലോകം മുഴുവനുള്ള ഭാഷകളിൽ എത്തിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് സാന്റോ റോസറി മിഷൻ ആണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റ്. അത് യൂട്യൂബിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. 14ഓളം യൂട്യൂബ് ചാനലുകൾ വഴിയായിട്ട് 12 ഭാഷകളിലായിട്ട് നമുക്ക് അനുദിന ജപമാലകൾ പങ്കുവയ്ക്കുന്ന ഒരു മിഷനുണ്ട്. അങ്ങനെയാണ് ഈ മിഷൻ ആരംഭിച്ചത്. ഇന്നേക്ക് ഏകദേശം 12,000-ഓളം വീഡിയോകൾ 12 ഭാഷകളിലായിട്ട് ജപമാലകളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചു. 1 കോടിയിലധികം ജപമാലകൾ ലോകം ചൊല്ലാനായിട്ട് ഈ ഒരു ചെറിയ മിഷനെ യാതൊരു വിധത്തിലുള്ള മാർക്കറ്റിങ്ങോ ഫേസ്ബുക്ക് ഷെയറോ ഒന്നും ഇല്ലാതെ എത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഉപയോഗപ്പെടുത്തി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് ജപമാല പങ്കുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ലോകം മുഴുവനുള്ള ആളുകളിലേക്ക്, 100-ലധികം രാജ്യങ്ങളിലുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മിഷനാണ് സാന്റോ. അപ്പോൾ പരിശുദ്ധമ്മ കാവലിരുന്നവൻ എന്നാണ് സാന്റോയെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മ എനിക്ക് തരുന്ന ചിന്ത. ആക്ച്വലി ഇത് തുടങ്ങുമ്പോൾ ലിറ്റിൽ ഗുഡ്നെസ് എന്നായിരുന്നു ഈ മിഷൻ്റെ പേര്. അപ്പോൾ ലിറ്റിൽ ഗുഡ്നെസ് റോസറി മിഷനാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രൊജക്റ്റ്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേര് മാറ്റിയതാണ് സാന്റോ റോസറി മിഷൻ എന്ന്. അപ്പോൾ ജപമാല മിഷനാണ് ഏറ്റവും ആദ്യത്തെ മിഷൻ. അത് 50-ലധികം ഭാഷകളിലെ ജപമാലകൾ പങ്കുവയ്ക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും സ്വപ്നവും. ഇതല്ലാതെ ഞങ്ങളുടെ 2 പ്രൊജക്റ്റുകളാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്കുള്ളത്. അനുദിന കത്തോലിക്ക പ്രാർത്ഥനകൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു കാത്തലിക് പ്രെയർ ആപ്പാണ് നമ്മളുടെ ആദ്യത്തെ പ്രൊജക്റ്റ്. സാന്റോ കാത്തലിക് ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു കാത്തലിക് പ്രെയർ ആപ്പാണ്. ലോകം മുഴുവൻ സകല സൃഷ്ടിജാലങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കാൻ ഇന്നത്തെ
രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിനേക്കാൾ അധികമായിട്ട് ഒരു മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ഫോർമാറ്റിലും വീഡിയോ ഫോർമാറ്റിലും ഡിജിറ്റൽ പ്രയർ ബുക്ക് ഫോർമാറ്റിലൊക്കെ അതുപോലെ ഓഡിയോ ഫോർമാറ്റിലൊക്കെ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ മാത്രമല്ല ഒത്തിരി ആനുകാലികമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് സഹായകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ, മെഡിറ്റേഷൻസ്, പോഡ്കാസ്റ്റുകൾ അടക്കം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. അത് നമ്മൾ 10 ഭാഷകളിലായിട്ടാണ് നിലവിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സാൻഡോ കാത്തലിക് ആപ്പ് എന്നാണ് ആ ആപ്പിൻ്റെ പേര്. അതിപ്പോൾ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. സോ ഇനി വരുന്ന ആളുകളിൽ 50-ലധികം ഭാഷകളിലേക്ക് ഒരുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാൻഡോ കാത്തലിക് മിഷൻ്റെ 3ാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വേദപാഠ ആപ്പാണ്. ഞങ്ങളൊരു മതാധ്യാപകനായിരുന്നു. 7 വർഷത്തോളം ഞങ്ങളുടെ പള്ളിയിൽ, അതായത് ഈ പള്ളിയിൽ, ശാന്തോം പള്ളിയിൽ മതാധ്യാപകരായിരുന്നു, സൺഡേ സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയതും പിന്നീട് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ പ്രായക്കാരായ പല മാതാപിതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നതും ചെറിയ കുട്ടികളിലേക്ക് വിശ്വാസത്തെ പങ്കുവയ്ക്കുക അത്ര എളുപ്പമല്ല. തിരുസഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചാണ് കുട്ടികളിലേക്ക് വേദപാഠം എളുപ്പത്തിൽ പങ്കുവയ്ക്കുക. അതായത് അത് ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പങ്കുവയ്ക്കണം. അപ്പോൾ ഇലിസ്ട്രേറ്റീവ് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ അതുപോലെ തന്നെ കളികളിലൂടെ, തമാശകളിലൂടെ, ഗെയിമുകളിലൂടെ ഒക്കെ അവരിലേക്ക് ഈശോയെയും വിശ്വാസത്തെയും അതുപോലെ നമ്മളുടെ സെയിൻസിൻ്റെ സ്റ്റോറീസ്, ബൈബിൾ സ്റ്റോറീസ് അടക്കം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയും അതുപോലെ കൂദാശകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും പങ്കുവയ്ക്കാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ അത് കുഞ്ഞുങ്ങളിലേക്ക് ഈശോയെയും വിശ്വാസത്തെയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കാനായിട്ട് സഹായിക്കും എന്നൊരു ചിന്ത ഉണ്ടായി. അപ്പോൾ അതിനാണ് ഞങ്ങളിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിൻ്റെ പേര് സാൻഡോ കിഡ്സ് എന്നാണ്. അത് 10 ഭാഷകളിൽ പങ്കുവെച്ച് തുടങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 2025 കൂടിയാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ ശ്രമങ്ങളിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും 3 പ്രൊജക്റ്റുകളാണ് സാൻഡോ മിഷനിലൂടെ പങ്കുവയ്ക്കാനായിട്ട് നിലവിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജോഫിൻ ചേട്ടാ, ഈ ഒരു മിഷന്റെ ആരംഭം എങ്ങനെയായിരുന്നു? ഇതിന് പ്രചോദനമായിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? താങ്കൾ ചോദിച്ച ഈ ചോദ്യം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മിഷൻ ചെയ്യുന്നതെന്ന്. ഈ മിഷൻ ചെയ്യാനുള്ള കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വ്യക്തിപരമായൊരു ദൈവ അനുഭവം ഉണ്ടാവില്ലേ? എനിക്കും കുഞ്ഞുനാൾ മുതലേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, സെമിക്കാണെങ്കിലും അതുപോലെ നമുക്കിപ്പോൾ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന തനിക്കുണ്ട്. എല്ലാവർക്കും വ്യക്തിപരമായൊരു ദൈവാനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നല്ലേ. അങ്ങനെ ഒരു വളരെ വിലപ്പെട്ട ഒരു ദിവസത്തിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. അത് ഏകദേശം 33 വർഷങ്ങൾക്ക് മുൻപാണ്. ഇന്ന് എനിക്ക് 40 വയസ്സുണ്ട്. അപ്പോൾ 33 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ഓർമ്മയാണ്. അതായത് 7 വയസ്സിൽ, എനിക്ക് 7 വയസ്സെന്ന് പറയുമ്പോൾ 2ാം ക്ലാസ് പഠിക്കുന്ന പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ദിവസം, ആ ഒരു വൈകുന്നേരം ഉണ്ടായ ഒരു ഓർമ്മയാണ് ഒരുപക്ഷെ സാൻഡോ മിഷനിലേക്ക് ഇന്ന് എന്നെ നയിച്ച പ്രധാനപ്പെട്ട കാരണം. ആ ഒരു ഓർമ്മ ഇതാണ്. ഞാനൊരു മരപ്പണിക്കാരൻ്റെ മകനാണ്. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കൊച്ചിയിൽ മുണ്ടംവേലി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്താണ്. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരുമ്പോൾ എൻ്റെ അപ്പച്ചൻ ആ സമയത്തൊക്കെ, ആദ്യകാലത്തൊക്കെ കൂലി എന്ന് പറയുന്നത് 37 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ വളരുന്നത്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് 2ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, ഞങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ കുറച്ച് അമ്മമാർക്ക്, ഞങ്ങളുടെ നെയ്ബർഹുഡിലെ കുറച്ച് അമ്മമാർക്കൊക്കെ ചെറിയ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കുറച്ചും കൂടി കൂടുതലുള്ളതുകൊണ്ട് അവരൊക്കെ അവരുടെ മക്കളെ കൂടെ ഇരുത്തി പഠിപ്പിക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാരെയൊക്കെ ചില അമ്മമാരൊക്കെ ഇരുത്തി പഠിപ്പിക്കാറുണ്ട്. അതിൽ 1-2 അമ്മമാരുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് വലിയ കൊതിയായിരുന്നു. അങ്ങനെ ഒരമ്മ കൂടെ ഇരുത്തി പഠിപ്പിക്കുന്നത് കാണാനും അവരെ നോക്കി നിൽക്കാനും എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആഗ്രഹത്തോടെ, അതായത് ഒരു അമ്മ മകനെ പഠിപ്പിക്കുന്നത് കാണാനുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കും, അമ്മച്ചി എന്നെ കൂടെ ഇരുത്തി പഠിപ്പിക്കുമോ? എല്ലാവരെയും പഠിപ്പിക്കാൻ അവരുടെ അമ്മമാർ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട്, എന്നെ പഠിപ്പിക്കാൻ മാത്രം ആരുമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് സങ്കടത്തോടെ അമ്മച്ചിയോട് ചോദിക്കും. അപ്പോൾ അമ്മച്ചിക്ക് സങ്കടം ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ അമ്മച്ചി സങ്കടത്തോടെ പറയും, മോനെ പഠിപ്പിക്കാനുള്ള അറിവ് അമ്മച്ചിക്കില്ല. കാരണം അമ്മച്ചി എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിലെ പണികൾ ഒത്തിരി ഉണ്ട്. ഒരു അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനൊക്കെ ഉണ്ട്. ഇന്നത്തെ പോലെ അല്ലല്ലോ. പണ്ട് നമുക്ക് വെള്ളം ദൂരെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പഠിപ്പിക്കാനോ കൂടെ ഇരിക്കാനോ ഉള്ളൊരു സമയം അമ്മച്ചിക്കില്ല. അമ്മച്ചിക്ക് ആകെ അറിയാവുന്നത് കുറേ പ്രാർത്ഥനകളാണ്, കുറേ വിശുദ്ധന്മാരുടെ കഥകളാണ്. ഇതിപ്പോൾ അമ്മച്ചി ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഇവരെക്കുറിച്ചൊക്കെ ഉള്ള കഥകളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പ്രാർത്ഥനകളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബുക്കിലെ പഠിപ്പ് മാത്രമാണ് എനിക്ക് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടാത്തത്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം ഒരു സങ്കടം പറഞ്ഞു, ഒരു സന്ധ്യാസമയത്ത് ഒരു സങ്കടം പറഞ്ഞു, അമ്മ എന്നെ ഒന്നിരുത്തി പഠിപ്പിക്കുമോ, എനിക്ക് ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കുമോ? അപ്പോൾ അമ്മച്ചിയും വളരെ സങ്കടത്തോട് പറഞ്ഞു, കൊച്ചു പോയി പരിശുദ്ധ അമ്മയോട് പറ, എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല. അപ്പോൾ എൻ്റെ 7 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥ നൽകും അല്ലേ?
എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്വന്തം അപ്പച്ചനോ അമ്മച്ചിക്കോ പഠിപ്പിക്കാൻ അറിയില്ല, അയൽവക്കത്ത് ആരും നമ്മളെ സഹായിക്കില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് ആകെ അറിയാവുന്നത് കൊന്തയാണല്ലോ. ചെറുപ്പം മുതലേ അറിയാവുന്നത് കൊന്തയാണ്, ചെറുപ്പം മുതലേ അറിയാവുന്ന പ്രാർത്ഥനകളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ചതും പ്രാർത്ഥനകളാണ്. എല്ലാ ദിവസവും എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പൊക്കെ. അതുപോലെ ദിവ്യകാരുണ്യ ആരാധന, നൊവേന, വണക്കമാസം, ഇതൊക്കെ എനിക്ക് പരിചയമാണ് കുഞ്ഞുനാൾ മുതലേ. അപ്പോൾ അപ്പൂപ്പൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞീശോ നിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്, നിനക്ക് എന്ത് വിഷയോട് ചോദിക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യം കണ്ടുകൊണ്ട് എൻ്റെ അമ്മമ്മയുടെ കൊന്ത ഇങ്ങനെ കൈ എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുരിശുവരയിലേക്ക് ഓടി. അവിടെ പോയി മുട്ടുമേ നിന്ന് നെഞ്ചോട് ചേർത്ത് കൊന്ത അമർത്തി പിടിച്ച് ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞീശോയെ, എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. എന്നെ പഠിപ്പിക്കാനായിട്ട് കുഞ്ഞീശോയുടെ അമ്മയെ എനിക്കൊന്ന് കടം തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അത് വലിയ വലിയ ആഗ്രഹത്തോടെ സങ്കടത്തോടെയാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ 7ാമത്തെ വയസ്സിൽ ഞാൻ ചോദിച്ച ഒരു സങ്കടമാണ് കുഞ്ഞീശോകൾ എന്ന് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വലിയ അത്ഭുതമൊക്കെ സംഭവിക്കും, പരിശുദ്ധ അമ്മ ആ സങ്കടം കണ്ടുവരും. ഇത് ഒരുപക്ഷെ ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ എങ്ങനെ വിചാരിക്കും എന്നറിയില്ല. അന്ന് ആ ഒരു 7 വയസ്സുകാരൻ ആ സന്ധ്യാസമയത്ത് ആ കുരിശുവരയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നെഞ്ച് നീറിക്കൊണ്ടാണ് ഞാൻ കരയണേ. എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു പഠിക്കണത്. അത് ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവരെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നി പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിക്കാൻ വരും. പക്ഷെ അത്ഭുതങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അമ്മ നീലുടുപ്പൊക്കെ ഇട്ട് വന്ന് എന്നെ കോരിയെടുക്കുമെന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. സങ്കടത്തോടെ ഞാൻ വീട്ടിലേക്ക് പോയി. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കൊന്ത ഞാൻ കൈവിട്ടില്ല. കൊന്ത എടുത്ത് അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു, എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ 2 കസേര അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട്, ഉമ്മറത്ത് 2 കസേര അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് നടുക്കൊരു ചെറിയൊരു ടീപ്പോ എന്ന് പറയില്ലേ, ടീ ടേബിൾ എടുത്തിട്ടിട്ട് അവിടെ ഒരു പുസ്തകം വെച്ചു. അപ്പുറത്തെ സീറ്റിൽ ഞാൻ കൊന്ത വെച്ചു, അമ്മയുടെ കൊന്ത എടുത്ത് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് പരിശുദ്ധ അമ്മ അവിടെ ആ സീറ്റിലിരിക്കും. എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചു നേരം അമ്മയുടെ സീറ്റിൽ പോയിരുന്ന് കൊന്ത പിടിച്ചിട്ട് അതായത് അമ്മ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിച്ചിട്ടുണ്ടല്ലോ, ടീച്ചർമാർ പഠിപ്പിക്കുന്ന രീതികൾ കണ്ടിട്ട് അതുപോലെ ഞാൻ ഇങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. തറയാണ്. ഇപ്പം ഞാനിപ്പോൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ 2ാം ക്ലാസ്സിലെ വിഷയം എന്താണെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പോൾ തറ എന്ന് പറയുകയാണെങ്കിൽ തറ എന്നിങ്ങനെ എഴുതുമല്ലോ. അപ്പോൾ ടീച്ചർ എങ്ങനെയാണോ പറഞ്ഞത് അത് ഞാനിങ്ങനെ മിമിക്ക് ചെയ്യാൻ തുടങ്ങി. കൊന്ത പിടിച്ചിട്ട് മിമിക്ക് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. എന്നിട്ട് അതവിടെ വെച്ചിട്ട് കൊന്ത അവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ച് കുട്ടിയായി പോയി അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ അങ്ങനെയാണല്ലേ. അപ്പം ഞാൻ മിമിക്ക് ചെയ്യുന്നത്, ഞാൻ ബേസിക്കലി അഭിനയിക്കുകയാണ്. ഒരേ സമയം കുട്ടിയായും ഒരേ സമയം ഒരു അമ്മയായിട്ടും ഇങ്ങനെ അമ്മയും മകനും കളിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ റോൾ പ്ലേ ചെയ്യുക. പക്ഷേ അറിയാതെ ഞാൻ പിന്നെ അങ്ങനെ സീറ്റ് മാറുന്നതിന് പകരം കൊന്ത എടുത്ത് അമർത്തി പിടിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു അമർത്തി പിടിക്കുമ്പോൾ കൊന്ത അമർത്തി പിടിച്ചാൽ അപ്പം അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന പോലെ. ഇന്നും 33 വർഷം കഴിഞ്ഞിട്ടും പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന ധൈര്യമാണ് എനിക്ക് ജപമാല പിടിക്കുമ്പോൾ കിട്ടുന്നത്. അതെങ്ങനെ എനിക്ക് വിവരിക്കണമെന്നറിയില്ല. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് പിന്നെ പതുക്കെ എൻ്റെ ജീവിതത്തെ കൊടുത്തു. എപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയുടെ കൊന്ത അമർത്തി പിടിച്ച് നടക്കാൻ തുടങ്ങി. എനിക്ക് ധൈര്യം വന്നു തുടങ്ങി. സോ അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇന്ന് നിങ്ങൾ കാണുന്ന ഡിഗ്രികളിലൊക്കെ എത്തിയത്. പരിശുദ്ധ അമ്മ നയിച്ചതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈശോയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു. അന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് ഒരു കാര്യം ചോദിച്ചിരുന്നു. പരിശുദ്ധ അമ്മ ഒന്ന് എന്നെ പഠിപ്പിക്കുവാണെങ്കിൽ, ഈശോ ഒന്ന് എന്നെ പഠിപ്പിക്കുവാണെങ്കിൽ ലോകം മുഴുവൻ പോയി എല്ലാവരോടും ഞാൻ ഈശോയെക്കുറിച്ച് പറയും, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിക്കും. ഇത് ഞാൻ ഈശോയ്ക്ക് കൊടുത്ത വാക്കാണ്. ലോകം മുഴുവൻ ഞാൻ ജപമാല ചൊല്ലിക്കും, എല്ലാവരെ കൊണ്ടും ഈശോയെക്കുറിച്ച് അറിയിക്കും. ആ വാക്കാണ് സാന്റോ മിഷനിലേക്ക് എന്നെ നയിക്കുന്ന ഒരു കാര്യം. എത്ര സങ്കടവും പ്രയാസവും ഉണ്ടായിട്ടും ഈ മിഷന് വേണ്ടി ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത്. ഏകദേശം 16 മണിക്കൂറോളം ഓരോ ദിവസവും ഞാൻ ഈ ഒരു മിഷന് വേണ്ടി മാറ്റിവെക്കുന്നു. എൻ്റെ കരിയർ പോലും ഉപേക്ഷിച്ചത് പരിശുദ്ധമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു ചെറിയൊരു മറുപടി മാത്രമാണ്. കാരണം നിങ്ങൾക്കറിയാമോന്നറിയില്ല, എൻ്റെ മുഴുവൻ പേര് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. എൻ്റെ പേര് ജോൺ ജോഫിൻ, CPA CGA ACCA MBA MCOM BCom UGC നെറ്റാണ്. അതായത് നാട്ടിലെ BCom MCom പാസ്സായി, ഇംഗ്ലണ്ടിലെ MBAയും അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാണ്, കാനഡയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇത്രയും പദവികളിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ എത്തിച്ചതാണ്. ഓരോ തവണയും പരിശുദ്ധ അമ്മയുടെ ജപമാലയും പരിശുദ്ധ കുർബാനയുമാണ് എൻ്റെ ശക്തിയും ബലവുമായിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ചെയ്തില്ലെങ്കിൽ, ഈ മിഷൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരുമില്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എൻ്റെ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ കരുതി. അങ്ങനെയാണ് സാന്റോ മിഷൻ ഇത്രയധികം ജീവൻ കൊടുത്ത് ഞാനിത് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണവും അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണവും ഇതാണ്. പിന്നീട് ഇനിയും
ഒരുപാട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്തോറും ഒത്തിരി അധികം അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. 17ാമത്തെ വയസ്സിൽ, അതായത് ഒരു പരിശുദ്ധമ്മ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഘടകമായിട്ട് വന്നു. കുഞ്ഞുനാൾ മുതലേ പ്രാർത്ഥനയിൽ ഞാൻ വളർന്നു. കാരണം ഞാൻ വിശ്വസിച്ചിരുന്നു പരിശുദ്ധമ്മയ്ക്ക് എന്നെ നയിക്കാൻ സാധിക്കുമെന്ന്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിലേക്ക് എന്നെ നയിച്ചത് ഡൊമിനിക് സാവിയോ, മരിയ ഗൊരേറ്റി, തെരേസ ഓഫ് ചൈൽഡ് ജീസസ്. ഈ 3 വിശുദ്ധര് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഈശോയിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചവരാണ്. അവരാണ് എന്നെ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സ്നേഹത്തെ അനുഭവിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എപ്പോഴും ഇന്നും പരിശുദ്ധ കുർബാനയിൽ പോയിരുന്ന് ഞാൻ പറയുന്നത് എൻ്റെ ചക്കര ഈശോയെ, പഞ്ചാര ഈശോയെ, ചക്കര ഉമ്മ, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന സുഹൃത ജപം. അതിന്നും 40ാം വയസ്സിൽ ഞാൻ ഇത് പറഞ്ഞ് എനിക്ക് ആ 1 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ കുർബാനയിൽ മുഴുവൻ നേരം കരയാൻ സാധിക്കുന്നത് ഈ ഒരൊറ്റ സുഹൃത ജപം ചൊല്ലിക്കൊണ്ടാണ്. കാരണം ഈശോയെ ഞാൻ അത്രയധികം സ്നേഹിക്കാൻ ആഗ്രഹിച്ചു. ആഗ്രഹിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും സ്നേഹത്തിൽ ഈശോയിൽ വളരുമ്പോൾ വൈദികനാവുക, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ വൈദികനാവുന്നതിൽ എനിക്കൊരു തടസ്സം ഉണ്ടായിരുന്നത്, 2-3 തടസ്സങ്ങളുണ്ടായിരുന്നു എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എനിക്ക് ഫ്യൂണറൽ പേടിയായിരുന്നു. ഒരു മരണം കാണാനോ അല്ലെങ്കിൽ ആ മരണം വീട്ടിൽ പോകാനോ ഒക്കെ ഭയമായിരുന്നു. അപ്പോൾ ഓൾട്ടർ ബോയോ പോലും എനിക്ക് ആകാൻ പറ്റാത്ത വിധം, അതായത് കുട്ടികൾ കളിയാക്കും, നീ എങ്ങനെ ഓൾട്ടർ ബോയ് ആവണേ, അച്ഛനാവണമെങ്കിൽ ആദ്യം ഓൾട്ടർ ബോയ് ആവണം, ഓൾട്ടർ ബോയ് ആവാൻ പോലും നിനക്ക് പറ്റില്ല, കാരണം നിനക്ക് പേടിയാ, മരണ വീട്ടിൽ നീ എങ്ങനെ പോകും. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കതൊരു വലിയ സങ്കടമായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ എനിക്കതൊട്ട് പറ്റുന്നുമില്ല. കാരണം എനിക്ക് വൈദികനാവാൻ ഇങ്ങനൊരു തടസ്സമുണ്ട്. പിന്നെ ഞാൻ ഒറ്റ മകനാണ്. അപ്പോൾ എനിക്ക് മാതാപിതാക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചിന്തയുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ നിറയെ ആഗ്രഹമാണ്, ഈശോയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ ജീവിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഒന്നിനും കൊള്ളില്ല. പിന്നെയും എനിക്ക് ഈശോയോട് ഞാൻ അടുപ്പിച്ച ഒരുപാട് ഘടകങ്ങളിലും പിന്നെയും ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ്, ഞാൻ ഇവിടെ നടക്കുമ്പോൾ ഇങ്ങനെ ഈ കളിസ്ഥലത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര വണ്ണമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവും. അപ്പോൾ ഈ ഓടിക്കഴിഞ്ഞാലോ മറ്റൊക്കെ എനിക്ക് ശ്വാസം മുട്ടൽ വരും. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും, നിന്നെ കൊള്ളൂല, നിന്നെ ഒന്നിനും കൊള്ളൂല, നിന്നെ ഓടാനും ചാടാനൊന്നും പറ്റൂല, നീ മാറിയെന്നോ, നിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്നെ ആകെ കൊള്ളാവുന്ന കുറച്ച് പ്രാർത്ഥന ചെല്ലാനാണ്. അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന പ്രാർത്ഥനയാണ് നോവേനയും വണക്കമാസ വായനകളെല്ലാം ഞാനാ വായിക്കുന്നത് ഞങ്ങളുടെ കുരിശുവരയിൽ. ഞാനും പിന്നെ സിമിയുമായിരുന്നു എൻ്റെ കൂടിയേ. അപ്പോൾ ആകെ എന്നെ കൊണ്ട് കൊള്ളാവുന്നത് പ്രാർത്ഥനയ്ക്ക് മാത്രമാണ്. അപ്പോൾ അതൊരു കുറവായിട്ടാണ് പലരും എന്നോട് പറഞ്ഞത്. നിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്നെ ആകെ കൊള്ളാവുന്ന കുറച്ച് പ്രാർത്ഥന അല്ലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് സങ്കടമായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കൂട്ടത്തിൽ ആരും കൂട്ടുന്നില്ല പല ഗെയിമുകളിലും കാര്യങ്ങളിലും. അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ കുഞ്ഞു കുരിശുവരയിൽ വന്നിരുന്ന് ഈശോയുടെ കൂടെ ഈ സങ്കടങ്ങൾ പറയുമ്പോഴൊക്കെ ഈശോ എനിക്കൊരു ചിന്ത തന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്, കളിയാക്കിയൊരു വാക്കായിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കിയൊരു വാക്കുണ്ട്, നീ കഴുതയാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ ഒരു കഴുതയാണ്. കഴുത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊക്കെ കഴുത എന്ന് വിളിക്കുന്നത് മണ്ടൻ നടത്തത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സങ്കടം ഞാൻ കുഞ്ഞീശോയോട് പറയുമ്പോഴൊക്കെ എന്തോ കാരണം കൊണ്ട് കുഞ്ഞീശോ എനിക്ക് തന്നൊരു കാഴ്ച ജെറുസലേം പ്രവേശനത്തിൻ്റെയാണ്. അവിടെ ഈശോയുടെ കുഞ്ഞു കഴുതയാണ് ഞാൻ മനസ്സിലിങ്ങനെ പലപ്പോഴും ഇങ്ങനെ കണ്ടത് പടത്തിലൊക്കെ നോക്കുമ്പോൾ. ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടി ബൈബിൾ ഉണ്ടായിരുന്നു. ആ കുട്ടി ബൈബിളിലൊരു പടം ഉണ്ടായിരുന്നു. അപ്പം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ കുട്ടി ബൈബിളിലെ ഈ കഴുതേനെ ഞാൻ കാണും. അപ്പം എല്ലാവരും കഴുതയെന്ന് വിളിക്കുന്നു. ഒരിക്കൽ ഞങ്ങളുടെ ഒരു കാറ്റഗിസം സാറുണ്ട്. ആ സാറ് ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞു, ഈശോയുടെ കഴുതയാവാൻ എത്ര പേര് തയ്യാറാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു തന്നത്. ഈ കുട്ടി കഴുതയുടെ ഒരു കഥയുണ്ട്. അതായത് അവനെ മാറ്റി നിർത്തി വഴിയരികിൽ ഉപേക്ഷിച്ച് കളഞ്ഞവനാണ്. അവനെ ഈശോ ചേർത്ത് പിടിക്കുകയാണ്. ജെറുസലേം പ്രവേശനത്തിന് അവൻ്റെ മേലിൽ പോവുകയാണ്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ വന്നു ജീവിതത്തിൽ ആദ്യമായിട്ട്, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറ്റും. അപ്പം ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും എനിക്ക് ഈശോയുടെ കഴുതയാവണം എന്നുള്ളതായിരുന്നു. ഈശോയെ വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ പോകാൻ പറ്റണം. ലോകം മുഴുവൻ മീൻസ് എനിക്ക് പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഈശോയെ വഹിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് നീണ്ടുപോയില്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് റീസൺ ആണ് സാന്റോ മിഷനിലേക്ക് എന്നെ നയിച്ചുകൊണ്ട് പോയ ഒരുപാട് ഘടകങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ വിശ്വാസത്തിൽ വളർന്ന ഒരു സാധാരണ കത്തോലിക്ക പയ്യനാണ് ഞാൻ. ഒരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ടായിരുന്നു സാന്റോ മിഷനിലേക്ക് ഡയറക്റ്റായിട്ട് ലീഡ് ചെയ്തത്. 17ാമത്തെ വയസ്സിൽ ഞാൻ ജീസസ് യൂത്ത് ആയിരുന്നു. അപ്പോൾ ജീസസ് യൂത്ത് ആയിരുന്നു എന്നല്ല, ആണ്. അപ്പോൾ ഞാൻ 17ാമത്തെ വയസ്സിൽ ഒരു ധ്യാനം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ജീസസ് യൂത്ത് ധ്യാനത്തിൽ ഒരു രാത്രി ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഒരു 4 സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് മുന്നുള്ള രാത്രികളിൽ. പക്ഷേ ഒരു സ്വപ്നം ഞാൻ പ്രത്യേകം പറയാം. ആ സ്വപ്നം ഇതായിരുന്നു, ഒരു കല്യാണ ചെക്കനും പെണ്ണും പരിശുദ്ധ അമ്മയുടെ നടയിൽ, അതായത് ഈ അമ്മയുടെ നടയിൽ, ശരിക്കും ഈ പള്ളിയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ ഇവിടെ അമ്മയുടെ നടയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ കുഞ്ഞു ഈശോ ഒരു ഒരു ജപമാല എടുത്ത് അവർക്ക് കൊടുക്കുന്നു. ആ ജപമാല അവർ മേടിക്കുന്നു. ആ ജപമാല മേടിച്ച് അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവർ കാണുന്നത് ഈ ജപമാല ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട്, ചെറിയ ചെറിയ ജപമാലകളായിട്ട് ഒരുപാട് പേരിലേക്ക് ഒഴുകി പോകുന്ന ഒരു സ്വപ്നം കണ്ടു. ഇതിന് ശേഷമുള്ള ദിവസം ദിവ്യകാരുണ്യ ആരാധനാ സമയത്ത് ആ ധ്യാനം നയിച്ചുകൊണ്ടിരുന്ന വൈദികൻ
ബഹുമാനപ്പെട്ട എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോസ് ഉപ്പാണി അച്ഛനാണ്. അദ്ദേഹം ഇങ്ങനെ അനൗൺസ് ചെയ്തു, ജോഫിൻ എന്ന പേരായ മകനെ പരിശുദ്ധം പ്രത്യേകമായി വിളിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി വലിയൊരു ദൗത്യം ചെയ്യാൻ. അന്ന് എനിക്ക് 17-18 വയസ്സേ പ്രായമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു, പരിശുദ്ധ അമ്മയാണ് കൊച്ചിനെ വിളിച്ചിരിക്കുന്നത്, കൊച്ചിൻ്റെ കയ്യിൽ ഇല്ലാത്തതൊക്കെ പരിശുദ്ധമ്മ തരും, നീ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക. ഞാൻ അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ഇന്ന് വരെയും എല്ലാ ദിവസവും ഐ സ്റ്റാർട്ട് വിത്ത് റോസറി. ജപമാലയിലാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലുമ്പോഴൊക്കെ അമ്മ ഒരു ചിന്ത തരാൻ തുടങ്ങി. അസാധ്യമായ കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒരിക്കലും നടക്കില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും ഈശോയുടെ കരങ്ങളിലേക്ക് നിന്റെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയ്ക്ക് നിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഈശോ എനിക്ക്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എനിക്ക് തന്നുകൊണ്ടേയിരുന്നു. പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഡെസിഗ്നേഷനിലൊക്കെ ഞാൻ എത്തിച്ചേർന്നത്. ഇതെല്ലാം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള സമയമായി. അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരുപാട് നേരം സംസാരിച്ചില്ല. ഇനിയും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രം എനിക്ക് ഓർമ്മകളുണ്ട് പരിശുദ്ധ അമ്മയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സാന്റോ മിഷനിലേക്ക് എന്നെ നയിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. ജോഫിൻ ചേട്ടൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായത് കുറേ നാളുകളായി പരിശുദ്ധ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ ജോഫിൻ ചേട്ടൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു സാന്റോ മിഷൻ ഇതിന് ആരംഭിക്കാൻ നിരവധി പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ടല്ലോ, പലതരം മീഡിയാസ് ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഡിജിറ്റൽ മീഡിയയിലൂടെ ആരംഭിച്ചത് അല്ലെങ്കിൽ തുടങ്ങിയത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഈ ഒരു മിഷൻ ആരംഭിക്കുന്നതിൻ്റെ ഇങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ മിഷനായിട്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊന്നും ഞങ്ങൾ ചെയ്തതല്ല, തുടങ്ങിയതേ അല്ല. ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞുനാള് മുതലേ എനിക്ക് ഈ തിരുക്കുടുംബം ഞാനിപ്പോൾ എനിക്കെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ രണ്ടുപേരും ഒരേ അനുഭവത്തിലൂടെ വളർന്ന ആളുകളാണ്. അപ്പോൾ ഇദ്ദേഹം കുറച്ചധികം സൈലൻ്റ് ആയി നിന്നാൽ പോലും ഇദ്ദേഹം വളരെയധികം സീരിയസ് ആയിട്ട് ഈ മിഷനിൽ എൻ്റെ കൂടെയുള്ള ആൾ തന്നെയാണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹം കുഞ്ഞുനാളെ മുതലുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ 10-ാം വയസ്സ് മുതലൊക്കെ 10-12 വയസ്സാകും മുതൽ ഞങ്ങളുടെ കുരിശുവരയിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുരിശുവരയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലുകയും ഒത്തിരി അധികം ജപമാലകളായാലും നൊവേനകളാണേലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി ശീലിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ കുരിശിൻ്റെ വഴി അടക്കമുള്ള ഒരുപാട് പ്രാർത്ഥനകൾ. അപ്പോൾ ഞങ്ങൾക്ക് ഈശോ ഞങ്ങളെ ഒരുമിപ്പിച്ചപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചത്, ഈശോ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇവൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൊന്ത അമ്മ തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, പരിശുദ്ധ അമ്മ ഒരു ജപമാല തന്നിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു മിഷന് വേണ്ടിയിട്ടാണ് എന്നെ ഒരുക്കുന്നതെന്നും ഇവളറിയാം. ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് വളരെ പൂറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ ഒരു സാധാരണ പെയിൻറ്റ് പണിക്കാരനാണ്, എൻ്റെ അപ്പച്ചൻ ഒരു മരപ്പണിക്കാരനാണ്. അപ്പോൾ അപ്പച്ചൻ കുറച്ചാൾ ഗൾഫിലുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ വളർന്ന സാഹചര്യം ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ. ഞങ്ങൾ രണ്ടുപേരും തിരുക്കുടുംബത്തെ നോക്കിയിട്ട് ഒരിക്കലും മറിയമേന്നോ ഔസേപിതാവോ എന്നോ അങ്ങനെയൊന്നും വിളിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അപ്പയും അമ്മയും ഞങ്ങളുടെ കുഞ്ഞീശയുമാണ്. ഞങ്ങൾ അങ്ങനെയാണ് അവരെ സ്നേഹിച്ചതും. അതുപോലെ തന്നെ എല്ലാ വിശുദ്ധരോടും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആ സ്നേഹം പങ്കുവെച്ചത്. അപ്പം ഈ ഒരു സ്നേഹത്തിൽ വളരുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വളരുന്തോറും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളൊരു കുടുംബമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി ഏകദേശം 1 മണിക്കൂറിലധികം ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകളാണ്. രാവിലത്തെ ജപമാലയുണ്ട്, അതല്ലാതെ രാത്രിയിൽ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന, എല്ലാ കുടുംബത്തെ പോലെ തന്നെ ജപമാലയുണ്ട്, ലുത്തിനിയുണ്ട്, നൊവേനയുണ്ട്, എല്ലാ ദിവസവും ഓരോ നൊവേനകളുണ്ട്. അതുപോലെ തന്നെ കരുണക്കുന്തയുണ്ട്, പിന്നെ വണക്കമാസ വായനകളുണ്ട്. ഇതൊക്കെയുള്ള ഒരു സാധാരണ കത്തോലിക്ക കുടുംബം എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുമക്കളിലേക്ക് ഈശോയെ എത്തിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ശ്രമിക്കുന്നു, ഒരു സാധാരണ ദമ്പതികൾ. പക്ഷേ 2020 ഫെബ്രുവരി ആയപ്പോൾ ഈ ഒരു പ്രാർത്ഥനാ രീതികളിൽ ഞങ്ങൾ സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരിക്കെ ഒരു പരിശുദ്ധ കുർബാന സമയത്ത് എൻ്റെ ജീവിതകാലം മുഴുവൻ പരിശുദ്ധമ്മ എനിക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന സ്വീകരണ വേളയിലും അതിനുശേഷമുള്ള പ്രാർത്ഥനാ സമയത്തൊക്കെ. അങ്ങനെ ഏറ്റവും നിർണായകമായ ഒന്ന് സംഭവിച്ചത് ഫെബ്രുവരി 2020 ഞാൻ കാനഡയിലെ ഞങ്ങളുടെ ഇടവകയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ തന്നൊരു ചിന്തയാണ്, ഗെറ്റ് റെഡി ടു ടച്ച് ദ വേൾഡ്, ലോകത്തെ തൊടാനൊരുങ്ങുക. അന്ന് ഈ കോവിഡൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി വരണ സമയമുള്ളൂ. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. കോവിഡ് ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ്, എല്ലായിടത്തും പ്രശ്നങ്ങളായി വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ചിന്ത ഇതാണ്, അമ്മ തന്നൊരു ചിന്ത ഇതാണ്, ഗെറ്റ് റെഡി ടു ടച്ച് ദ വേൾഡ്, ലോകത്തെ തൊടാനൊരുങ്ങുക. എങ്ങനെയാണ് ലോകത്തെ തൊടുക അറിയാൻ പാടില്ല. അപ്പോൾ അമ്മ എനിക്ക് തന്നൊരു ചിന്തയാണ്, ടേക്ക് ഔട്ട് ദ റോസറി ദാറ്റ് ഐ ഗേവ് യു ആൻഡ് ഷോ ടു ദ വേൾഡ്. ലോകത്തിലേക്ക് ഞാൻ നിനക്ക് തന്ന ജപമാല എടുത്തു പിടിക്കുക,
അപ്പോൾ ഞാൻ ജപമാല എടുത്ത് വെറുതെ പൊക്കി പിടിച്ചാൽ അത് എല്ലാവരിലേക്ക് എത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് കോവിഡാണ്. അപ്പോൾ നമുക്കിപ്പോൾ വിശ്വാസമുണ്ട്, ഞങ്ങൾ ലീജിയൻ ഓഫ് മേരിയിൽ ഞങ്ങൾ ചെറുപ്പം മുതലേ ഉണ്ടായ ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ജപമാല ഭക്തി ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ പ്രചരിപ്പിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അന്ന് കോവിഡിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും എളുപ്പത്തിൽ എല്ലാവരിലേക്ക് എത്തുന്നതും ഡിജിറ്റൽ മീഡിയയിലൂടെയാണ്, യൂട്യൂബിലൂടെയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അങ്ങനെ ഒരു ചിന്ത ആകുമ്പോൾ തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധമ്മ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എഡിറ്റിംഗ് അറിയാൻ പാടില്ല, എനിക്കൊരു യൂട്യൂബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അറിയില്ല, ഒന്നും അറിയില്ല, ഷെയറിങ് അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കെ ബ്ലസ്ഡ് കാർലോസ് അക്കൂട്ടീസിൻ്റെ ഒരു ചിത്രം മാത്രം ഡെസ്ക്ടോപ്പിൽ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, താങ്കൾ നിർത്തി അറിയാമെന്ന് വിചാരിക്കുന്നു ബ്ലസ്ഡ് കാർലോസ് അക്കൂട്ടീസിനെ അല്ലേ. അപ്പോൾ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പരിശുദ്ധമ്മയെയും വിശുദ്ധ കുർബാനയെയും കുറിച്ചുള്ള ഞങ്ങളുടെ ഏറ്റവും ആത്മാർത്ഥമായ ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെതായ വിശ്വാസത്തെ ലോകം മുഴുവൻ എത്തിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹമാണ് സെൻട്രൽ മിഷൻ്റെ ടെക്നിക്കൽ ഹെഡ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അതുപോലെ ഞങ്ങളുടെ മൊത്തം മിഷൻ അപ്പയുടെ കയ്യിലാണ്, സെയിൻറ്റ് ജോസഫിൻ്റെ പേട്രൺഷിപ്പിലാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചിന്തകൾ വരികയും പിന്നെ യൂട്യൂബിലൂടെയൊക്കെ കണ്ടുപഠിച്ച രീതിയിൽ ഞാൻ സിമിയോട് പറഞ്ഞു, സിമി നമുക്ക് ഒരു ജപമാല പങ്കുവയ്ക്കാൻ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ജപമാല ചൊല്ലി. ഞങ്ങൾ സാധാരണ രീതിയിൽ ചൊല്ലിയ ജപമാല ഞങ്ങൾ ഒരു വ്യത്യസ്ത ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ആളുകളെ വീഡിയോയിൽ കാണിക്കുന്നതിന് പകരം ഞങ്ങൾ ചെയ്തത് ജപമാല ഇങ്ങനെ ഒരു മണികൾ പോലെ ചേർത്ത് വെച്ചു. അത് എഡിറ്റിംഗ് ഒന്നും അറിയാൻ പാടില്ലാത്ത ഞങ്ങൾ ഓരോ ഇമേജ് ആയിട്ട് സേവ് ചെയ്ത് ഓരോ ജപമാലകളായിട്ട്, അതായത് ഓരോ നന്മ നിറഞ്ഞ പറയും ചെല്ലുമ്പോഴും അതിങ്ങനെ മാറുന്ന രീതിയിൽ ഓരോ ഇമേജുകൾ ചേർത്ത് വെച്ച് ഏകദേശം ഒരാഴ്ചയോളം എടുത്ത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു അഖണ്ഡ ജപമാലയും എനിക്ക് തോന്നുന്നു സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശം ഇല്ലേ, ഇത് 4 അങ്ങനെ 5 അങ്ങനെ ആയിട്ടാണ് ഞങ്ങൾ പങ്കുവെച്ചത്. ആദ്യം ഫെബ്രുവരി 20, 2020 എൻ്റെ ഓർമ്മ. അതാണ് ഞങ്ങളുടെ ആദ്യം. ഇങ്ങനെ ഒരു ചെറിയ മിഷൻ ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എല്ലാം പൂർത്തിയായി. ഞങ്ങൾ സത്യമായിട്ട് വിചാരിച്ചതാ, എല്ലാം പൂർത്തിയായി. ഞങ്ങളെ ഏൽപ്പിച്ചു ഒരു ജപമാല പങ്കുവയ്ക്കാൻ. ഞങ്ങൾ അതൊരു യൂട്യൂബ് ചാനൽ എടുത്തു. ഞങ്ങൾ ആ ചാനലിന് പേരിട്ടത് ലിറ്റിൽ ഗുഡ്നെസ് എന്നായിരുന്നു, ചെറിയൊരു നന്മ എന്ന് പറഞ്ഞിട്ടൊരു പേരും ഇട്ട് ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തു. ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞതായിട്ട് ഞങ്ങൾ അവിടെ രേഖപ്പെടുത്തി. സത്യം പറഞ്ഞാൽ സാന്റോ മിഷനോ ലിറ്റിൽ ഗുഡ്നെസ്സോ അവിടെ വെച്ച് തീർന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അമ്മ അവിടെ വെച്ച് നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ വളരെ സീരിയസ് ആണ്. അത് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് മിഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മ നയിച്ച ഏതൊരു മിഷനും നയിച്ച ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധ അമ്മ ഹാസ് എ പേർപ്പസ് ആൻഡ് ഷീ വിൽ മേക്ക് യു ഡു ഇറ്റ്. എത്ര തവണ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് പറ്റാത്ത വിധം പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും. അത് നമ്മളെ അതിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അത് നമുക്ക് മോശമാവാനോ നമ്മളെ ദ്രോഹിക്കാനോ ഒന്നുമല്ല. അമ്മയ്ക്ക് ആഗ്രഹമുള്ളവരെയാണ് അമ്മ ചേർത്ത് പിടിക്കുന്നത്, അല്ലെ, അമ്മയുടെ സ്നേഹം കൊണ്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അമ്മ എനിക്ക് ഇത്രയും വികാരമാണ്, എനിക്ക് നിമിഷ നേരം മതി കരയാനായിട്ട്. ഞാൻ അത്രയും അടുത്ത് നിൽക്കുന്നതായിട്ട് ഞാൻ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അമ്മയുടെ. അപ്പോൾ അമ്മ അങ്ങനെ ഒരു ചിന്ത എനിക്ക് തന്നു. ഞാനൊരു ജപമാല പങ്കുവെച്ച് നിർത്തിയെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ വെച്ച് നിന്നില്ല. മാർച്ച് 2020, അതായത് ഏകദേശം കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ, എൻ്റെയും സിമിയുടെയും അപ്പച്ചനമ്മച്ചിമാർ കാനഡയിലേക്ക് വരുന്ന വഴിക്ക്, അവർ പെർമനന്റ് റെസിഡന്റ് വിസ കിട്ടി, അവർ അങ്ങോട്ട് വരുന്ന വഴിക്ക് ജർമ്മനിയിൽ വെച്ചിട്ട് അവരുടെ എൻട്രി ബ്ലോക്കായി. കാരണം കാനഡ ലോക്ക്ഡൗൺ ആയി, കാനഡ മുഴുവൻ ലോക്ക്ഡൗൺ ആയി. അപ്പോൾ അവരെ ഇവാക്യുവേറ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ബാംഗ്ലൂർ കൊണ്ടുവന്നു. അതായത് അബുദാബി വഴി ബാംഗ്ലൂർ കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൗൺ ആയി. അപ്പോൾ അവരൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി ക്വാറന്റൈനിൽ നിർത്തി. 2-3 ദിവസത്തിനുള്ളിൽ എൻ്റെ അപ്പച്ചന് കോവിഡ് ആയി കഴിഞ്ഞിട്ട് അപ്പച്ചൻ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം കോൺടാക്റ്റ് ഇല്ല, ഫോണില്ല, ഒരു തരത്തിലും കണക്ഷൻ ഇല്ല. ഞാൻ എന്തുകൊണ്ടാണ് ഈ മിഷൻ ഇങ്ങനെ ആയെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞങ്ങളിങ്ങനെ കുറച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പച്ചൻ എവിടെ പോയെന്ന് അറിയില്ല, ഹോസ്പിറ്റലാണെന്ന് ഞങ്ങൾ എവിടെ നോക്കിയോ വിവരം കിട്ടി, കാരണം എയർപോർട്ടിൽ വിളിച്ചപ്പോൾ കിട്ടി. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറുടെ പേര് സ്മിത എന്നാണ്. ഡോക്ടർ അപ്പച്ചൻ്റെ ഫോൺ ഡയറക്ടറിൻ്റെ മകൻ്റെ പേര് കണ്ടിട്ട് മൈ സൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കണ്ട് വിളിച്ചതാണ്. മലയാളി ഡോക്ടറാണ്. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ജോഫിൻ മകനാണെന്ന് തോന്നുന്നല്ലേ, ഇപ്പം അപ്പച്ചൻ്റെ ഫോണിൽ നിന്നാണ് എനിക്ക് താങ്കളുടെ നമ്പർ കിട്ടിയത്. താങ്കളുടെ അപ്പച്ചൻ ICUവിലാണ്, ന്യൂമോണിയാണ്, ഹൈ ന്യൂമോണിയാണ്. അപ്പോൾ സാധ്യതകളൊന്നുമില്ല, തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു പേഷ്യൻറ്റിൻ്റെ മകനെ വിളിച്ചറിയിക്കുന്ന കേർട്സി അവർ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാനും സിമിയും ശ്വാസം നിൽക്കുമാറ് ഞങ്ങൾ കരഞ്ഞു. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ എന്ത് ചെയ്യും. ഞങ്ങൾ അവിടെ കാനഡയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനാണ്. അന്ന് കുർബാന മാർച്ച് ആയപ്പോഴേക്കും പള്ളികളൊക്കെ അടച്ചു തുടങ്ങി, കുർബാനയില്ല പള്ളിയിൽ പോകാനായിട്ട്. അപ്പോൾ ഓൺലൈനിൽ ഫേസ്ബുക്കിലൊക്കെ ചെറിയ കുർബാനകൾ ഇങ്ങനെ ചെറിയ പള്ളികളിലൊക്കെ ലൈവ് വരുമല്ലോ, അത് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈശോയെ എന്ത് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുർബാനയുടെ മുമ്പിലോ, അല്ലെങ്കിൽ സിമിയാണ് ഏറ്റവും ആദ്യം ചെയ്തത്, ജപമാല ചൊല്ലാൻ പോലും നമുക്ക് പറ്റിയില്ല. അപ്പോൾ സിമി ഉടനെ
നമ്മുടെ ഫോണിൽ നിന്ന് ഞങ്ങൾ പങ്കുവെച്ച, അതായത് ഒരു മാസം മുന്നേ ഞങ്ങൾ പങ്കുവെച്ച് ഉപേക്ഷിച്ച ജപമാല എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് ജപമാലയല്ലേ, ഇത് കേൾക്കാം. അങ്ങനെ ഈ ജപമാല, ഞങ്ങൾ ചൊല്ലിയ ജപമാല ഞങ്ങൾ തന്നെ കേട്ടിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്, ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഈ മിഷൻ ഉപകാരപ്പെട്ടു. ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉടനെ ആ ജപമാലകൾ എടുത്ത് അപ്പച്ചൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു, വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞു ഒന്ന് കേൾപ്പിക്കാമോ, കാരണം അപ്പച്ചൻ്റെ ഒരു ഐസൊലേഷൻ മുറിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള ഭയം മാറ്റാൻ വേണ്ടിയിട്ട് ജപമാല കൊടുത്തു. ജപമാല അങ്ങനെ കൂട്ടിന് കൊടുത്തതാണ് എൻ്റെ അപ്പച്ചനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അന്ന് കുർബാന ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, കുർബാന അധികം ഓൺലൈനിൽ വന്നിട്ടില്ല. അപ്പോൾ എല്ലാ കുർബാനകളിൽ 1-2 കുർബാനകളൊക്കെ ഓൺലൈനിലുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുർബാന ഓൺലൈനിൽ കണ്ടുണ്ട്, കാരണം പള്ളി പോകാൻ പറ്റത്തില്ല. പരിശുദ്ധ കുർബാന ഉയർത്തുന്ന ഭാഗമാകുമ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈശോ എനിക്ക് തന്നൊരു ചിന്ത ഇതാണ്: രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റും നിന്റെ അപ്പനെ, നീ വിശ്വസിക്കുന്നോ? ഞാൻ സിനിയോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ അത്രയും ഒച്ചത്തിൽ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ. കാരണം ഈശോയ്ക്ക് ചെയ്യാൻ പറ്റാത്ത, പരിശുദ്ധ കുർബാനയിൽ ഈശോയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങളൊന്നും ഈ ഭൂമിയിലില്ല. ഇത് അനുഭവിച്ചവനാണ് പറയുന്നത്. പുസ്തകം നോക്കി പഠിച്ച വിശ്വാസം എനിക്കില്ല. ഞാൻ അനുഭവിച്ച ഈശോയെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഞാൻ അത്രയും ധൈര്യത്തോടെ വിശ്വസിച്ചു ഈശോയ്ക്ക് എൻ്റെ അപ്പച്ചനെ സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ എനിക്ക് അറിയാവുന്ന അച്ഛന്മാരൊക്കെ വിളിച്ച് ചോദിച്ചു, അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും മറ്റുമൊക്കെ ദിവ്യബലികൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഫേസ്ബുക്ക് ഷെയർ ചെയ്ത് ഇവരുടെ അടുത്ത് ആക്സസ് കിട്ടില്ല. എന്നിട്ട് അത് യൂട്യൂബിലേക്ക് ഇട്ടേച്ച്, ഞങ്ങളുടെ ചാനലിൽ ഇട്ടേച്ച് ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തു. ഓരോ ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചി വരെ, അപ്പോഴേക്കും ഞങ്ങൾ പല ആശാ വർക്കേഴ്സും അവിടുത്തെ കുറേ മലയാളി സമാജമൊക്കെ വഴിയായിട്ട് അപ്പച്ചന്മാരുടെ അപ്പച്ചന്മാരുടെ അടുത്തൊക്കെ ഞങ്ങൾ സ്മാർട്ട് ഫോൺ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുശേഷം ഈ ഫോണിലേക്കൊക്കെ ഞങ്ങൾ ഈ വാട്സപ്പിലൂടെ യൂട്യൂബ് ലിങ്കുകൾ അയച്ചു കൊടുത്തു, അല്ലേ? ഈ ഞങ്ങൾ ചെല്ലിയ ജപമാലകളുടെയും അതുപോലെ കുർബാനകളുടെയും ഈ പുറത്ത് നിൽക്കുന്ന കുർബാനകളുടെ ഒക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാൻ തുടങ്ങി, എല്ലാ പാരൻസിനും, ഐസൊലേറ്റഡ് ആയിട്ടുള്ള പാരൻസിനും. അങ്ങനെ ഐസൊലേറ്റഡ് ആയ പാരൻസിന്, അത് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന പാരൻസിനൊക്കെ, രോഗാവസ്ഥയിലായിരിക്കുന്നവർക്കൊക്കെ പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും പങ്കുവയ്ക്കുന്ന ഒരു ചെറിയ മിഷനായിട്ടാണ് ഈ മിഷൻ ആരംഭിച്ചത്. ഞങ്ങൾക്ക് മനസ്സിലായി ഡിജിറ്റൽ മീഡിയയ്ക്ക് അത്രയും പവറുണ്ട്, എല്ലാവരിലേക്ക് എത്താനായിട്ട് സാധിക്കും, ഒരേ സമയം പലരിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു വലിയ മിഷൻ ഒരുക്കിയെടുക്കാൻ. അതിൽ നിന്നാണ് നമുക്ക് പ്രചോദനം ഉണ്ടായത്. ഇതാണ് ശരിക്കും താൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മീഡിയ തിരഞ്ഞെടുത്തത്? കാരണം നമ്മൾ പങ്കുവയ്ക്കുന്ന കാര്യത്തെ ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു സാധ്യത ഈശോ ഒരുക്കുന്നുണ്ട് ടെക്നോളജിയിലൂടെ. അപ്പോൾ ആ ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് മാതാപിതാക്കളിലേക്ക്, ഒരുപാട് ആളുകളിലേക്ക്, തൊഴിൽപരമായ കാര്യങ്ങളുണ്ടായിരിക്കാം, രോഗപരമായ കാര്യങ്ങളുണ്ടായിരിക്കാം, കൈകാലുകൾ മുറിക്കപ്പെട്ടവരായിരിക്കാം, പള്ളിയിലേക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് എത്താൻ പറ്റാത്ത ഒത്തിരി അധികം വേദനിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്ക് പ്രതീക്ഷയുടെ ഒരു വെളിച്ചം കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത്. ഞങ്ങളുടെ പാരൻസിന് പോലും 27 ദിവസം എൻ്റെ അപ്പച്ചൻ ICUലായിരുന്നു. പക്ഷേ അപ്പച്ചൻ തിരിച്ചു വന്നു, പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നു. സിമിയുടെ ഫാദറാണെങ്കിലും ഒത്തിരി അസുഖങ്ങളുള്ള ആളായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കോവിഡ് എല്ലാം കഴിഞ്ഞ് പൂർണ്ണ ഭേദമായിട്ട്. കോവിഡ് വന്നു അവിടെ വെച്ച് 4 പേര് 4 ഡിഫറെന്റ് ഹോസ്പിറ്റലിലായി. പക്ഷെ പരിശുദ്ധമ്മ എല്ലാവരും ഒരുമിപ്പിച്ച്, അല്ലെ? എക്സാക്ട്ലി 3 മാസം. മാർച്ച് 20 പോയിട്ട് മെയ് 21, 2 മാസം മേലെ ആയെടുത്തു അവർ തിരിച്ചു കൊച്ചിയിലെത്താനായിട്ട്. പക്ഷെ അവരെല്ലാവരും സുരക്ഷിതരെത്തി. അല്ല, അന്നത്തെ കാലത്ത് അവരവിടെ വെച്ച് അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ ഒരു നോക്ക് കാണാൻ പോലും ഞങ്ങൾക്ക് ആർക്കും പറ്റില്ലായിരുന്നു. അപ്പോൾ കർത്താവ് കാവലിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴേക്കും എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, അപ്പോഴേക്കും ഞങ്ങൾ ഒത്തിരി ജപമാലകളും പ്രാർത്ഥനകളും ഇതുപോലെ ദിവ്യബലികളൊക്കെ പങ്കുവെച്ച് തുടങ്ങി ശരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് നിർത്താൻ പറ്റില്ല, ഇറ്റ് ഹാസ് ടു കണ്ടിന്യൂ. അങ്ങനെയാണ് ഞങ്ങളുടെ ടീമിനെ ഞങ്ങൾ പതുക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോരുത്തരായിട്ട് ആഡ് ചെയ്യപ്പെടുന്നതും. പിന്നീട് 2021 സെപ്റ്റംബർ മുതലാണ് ദിവ്യ ബലികൾ ഞങ്ങൾ മലയാളത്തിൽ ആരംഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഇതിങ്ങനെ ജപമാലകൾ മലയാളത്തിലൊക്കെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ തന്ന ചിന്തയാണ് യുണൈറ്റ് ദ വേൾഡ് ത്രൂ റോസറി. ജപമാലയിലൂടെ ലോകത്തെ ഒരുമിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാ? ജപമാലകൾ പല ഭാഷകളിൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായി, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായി. അങ്ങനെ ഞങ്ങൾക്ക് ആരെയും കണക്ഷൻ ഇല്ല. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ജപമാലയാണ്, വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഒരു കണക്ഷൻ ഇല്ല, ആരോട് കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ പരിശുദ്ധ അമ്മ വേണ്ട ആളുകളെ ഞങ്ങളുടെ മുമ്പിലേക്ക് കണക്ട് ചെയ്ത് എത്തിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ന് ഏകദേശം 30-ലധികം രാജ്യങ്ങളിലും 100-ലധികം അസോസിയേറ്റ്സ് നമ്മുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട്. അവരിലൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു ജപമാല മിഷൻ ഞങ്ങൾ ആരംഭിക്കുന്നതും. ഇത് കഴിയുമ്പോഴേക്കും അമ്മ അടുത്ത സ്റ്റെപ്പ് തരുവാണ്. ഓക്കെ, ഇനി ഈ ജപമാല നമ്മൾ മാത്രം പോരാ, അത് മാത്രം കൊണ്ട് ഒരിക്കലും എനിക്ക് ലോകത്തെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിലേക്ക് വിശ്വാസത്തെ എത്തിപ്പിക്കുക. ഇതാണ് പിന്നീട് ആപ്പായിട്ടും പിന്നീട് ഇപ്പോൾ കുട്ടികളുടെ ആപ്പായിട്ടൊക്കെ ആയിട്ടുള്ള ആ ഒരു ഐഡിയയിലേക്കൊക്കെ എത്തിച്ചത് ഇതാണ്. കാരണം ഇതാകുമ്പോൾ പെട്ടെന്ന് ഒരേ സമയത്ത് പല ആളുകളുടെ, പല ഭാഷക്കാരുടെ അടുത്തേക്ക് എത്താനായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നു. അങ്ങനെയാണ് താങ്കൾ ചോദിച്ച ചോദ്യം ഡിജിറ്റൽ മീഡിയയിലേക്ക് എത്താനുള്ള, സാന്റോ മിഷൻ ഡിജിറ്റൽ മീഡിയയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം. ഏകദേശം 4 വർഷത്തോളമായല്ലോ ഈ ഒരു സാന്റോ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ.
അപ്പോൾ ഈ ഒരു കാലയളവിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നേരിട്ടിട്ടുള്ളത്? ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ആഗ്രഹത്തോടു കൂടിയാണല്ലോ നമ്മൾ ഈ മിഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് ആരംഭിച്ചു ഞങ്ങൾ 2020 മുതൽ തുടങ്ങി. 2022 ആയപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിൽ അന്ന് എനിക്ക് ഫുൾ ടൈം ജോലിയുണ്ട്. എനിക്കൊരു ഏകദേശം ഇവിടുത്തെ രീതി പറഞ്ഞാൽ $120,000 സാലറി ഉള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ജോലി ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ടുള്ള സമയം കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാതെ നാട്ടിലാണെങ്കിലും ഒരു കുറച്ച് കുട്ടികൾ നമ്മുടെ കൂടെ ജോലിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ശമ്പളത്തിൽ ഒരു പങ്കെടുത്ത് വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്തു തുടങ്ങി. പിന്നീട് ഒരു ആപ്പായി മറ്റ് രീതിയിലേക്ക് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ചിന്ത വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യകത വന്നു തുടങ്ങി. കാരണം ഇതിങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഇതിനൊരു സസ്റ്റൈനബിലിറ്റി മോഡൽ ഉണ്ടാകാൻ പറ്റില്ല, അതായത് നിലനിൽപ്പ് ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിന്ന് പോകാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു മിഷൻ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. അതിനേക്കാൾ ഉപരിയായിട്ട് തിരുസഭയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥായി ഭാവം നൽകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ എനിക്ക് കോർപ്പറേറ്റ് ട്രെയിനിങ് തന്നിട്ടുണ്ട്. സോ ഐ തോട്ട് വൈ ഷുഡൻറ്റ് ഐ ഡെഡിക്കേറ്റ് മൈ ലൈഫ് ടു ഹോളി മദർ? പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കുക എന്നുള്ള കൊതി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ സിമിയോട് പറഞ്ഞു, സിമി, ഞാൻ ഇങ്ങനെ ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി അമ്മ എനിക്ക് പ്രേരണ നൽകുന്നു. ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. അതായത് ഏകദേശം ഇന്നത്തെ നമ്മളുടെ മലയാളം ഭാഷയിൽ പറഞ്ഞ 75 ലക്ഷം രൂപ വർഷം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഞങ്ങൾക്ക് പാരമ്പര്യ സ്വത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളത് എന്ത് ധൈര്യം കണ്ടിട്ടാണ്. ഇപ്പോഴും മോർഗേജ് ഉണ്ട് വീട്ടിൽ, ഞങ്ങൾക്ക് മോർഗേജ് അടക്കാനുണ്ട്, കടങ്ങളുണ്ട്, ലോണുകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഇത്രയും വലിയൊരു അബദ്ധം, എല്ലാവരുടെയും ഭാഷയിൽ പറഞ്ഞ ഒരു അബദ്ധം ചെയ്യല്ലേ. അപ്പോൾ ഞാൻ സിമിയോട് ചോദിച്ചപ്പോൾ സിമി ഇടയ്ക്ക് ഇങ്ങനെ ചില ചിന്തകൾ തരാറുണ്ട്. ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ചിന്ത എനിക്ക് തന്നതാണ്, നാളെ എവിടെയാണ് ജോലിക്ക് പോകുന്നതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അപ്പച്ചന്മാരുടെ മക്കളാണ് ഞങ്ങൾ. അങ്ങനെയായിരുന്നു ഞങ്ങൾ വളർന്നത്. എന്നിട്ടും ഈശോ ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചല്ലോ. ഈശോ ഇത്രയും ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാനാവാത്തത്രയും അനുഗ്രഹങ്ങൾ ഈശോ കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചുമാരെ തിരിച്ചു തന്ന ഈശോയ്ക്ക് എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കണ്ടേ? അപ്പോൾ ഇത് താൻ ചെയ്യണമെന്ന് അവൾ തന്നെ എന്നോട് എനിക്ക് പ്രചോദനം തന്നെ. കാരണം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് കടപ്പെട്ടവരാണ് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കൊരു രണ്ടാമത്തെ കുഞ്ഞ് 2021 ഒക്ടോബറിലാണ് വരുന്നത്. അപ്പോൾ 2022 മുതൽ അവൾ ജോലിക്ക് തിരിച്ചു കയറി. നഴ്സിംഗ് എയ്ഡ് ആയിട്ടുള്ള ജോലി അവൾ തിരിച്ചു കയറി. ഏകദേശം 6 ദിവസം അവൾ ജോലി ചെയ്യും. കഴിയുന്നത് ചിലപ്പോൾ 7 ദിവസം ജോലി ചെയ്യും, നൈറ്റ് ഷിഫ്റ്റും മറ്റുമൊക്കെ ആയിട്ട്. അങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ ഓടിക്കുക. പക്ഷെ ബാക്കി എനിക്കുണ്ടായിരുന്ന ഞങ്ങളുടെ റിസർവ്സും ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയതും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ലോണുകളും, രണ്ടാമത് വീട് മോർഗേജ് ചെയ്ത് അത് ചെയ്തു. ഇങ്ങനെ കാരണം അതുപോലെ ബാങ്കിൻ്റെ ലോണുകളും ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു മിഷൻ കുറെ കൂടി കാര്യക്ഷമമായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. കുറെ കൂടി നല്ല രീതിയിൽ, കാരണം എങ്കിലല്ലേ ഇത് നിലനിൽക്കുള്ളൂ, ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു രീതിയിലേക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പം ചലഞ്ചസ് ഒത്തിരി ഞങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും ഈശോയുടെ ഒരു കാവലുണ്ടായി. ഇതുവരെ ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ആവാൻ അമ്മ സമ്മതിച്ചിട്ടില്ല. ഈ നിമിഷം വരെ അത് പോകുന്നുണ്ട് ഭംഗിയായിട്ട്. ഈശോ പരിശുദ്ധ അമ്മ അടുത്തരുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ് അപ്പയും അമ്മയും കുഞ്ഞീഷയും. അത് ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ അവരുടെ കൂടെ വളർന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പയോട് പറയും, അപ്പ അമ്മയോട് പറഞ്ഞോളും, കുഞ്ഞീഷയോട് പറഞ്ഞോളും. ഇത് എങ്ങനെയാണെന്നൊന്നും ഞങ്ങളോട് ചോദിക്കരുത്, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര ശക്തിയാണ് അവർ. അപ്പോൾ അവര് നയിച്ചോളും. അത് അപ്പയുടെ പ്രൊജക്ട്. അപ്പയാണ്, അതായത് കുഞ്ഞീഷോയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രൊജക്ടിന്റെ ലീഡർഷിപ്പ് അപ്പയാണ് ചെയ്യുന്നത്. അപ്പയാണ് ഫൈനാൻഷ്യലായിട്ടുള്ള ചലഞ്ചസ് വരുമ്പോഴൊക്കെ ഞാൻ അപ്പയെ കെട്ടിപ്പിടിക്കും. ഞങ്ങളൊരു വീട്ടിലൊരു രൂപമുണ്ട്, ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ നേരം കരയും. അപ്പം പക്ഷേ എവിടെന്നെങ്കിലുമൊക്കെ വഴി ഒരുക്കും. കടമായിട്ടാണ്, വലിയ തുക പലിശക്കൊക്കെയാണ് ഞങ്ങൾ ഈ കടമെടുത്തിട്ടാണ് ഈ മിഷൻ ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ നമ്മളൊരു നല്ല രീതിയിൽ ഒരുക്കി വെച്ചിട്ട് ലോകത്തോട് പങ്കുവയ്ക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എങ്കിലും മാത്രമല്ല ഇതിനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, എത്രയോ പേർക്ക് നമുക്ക് തൊഴിലൊരുക്കാനായിട്ട് സാധിക്കും. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്ന ഒരുപാട് പേരെ ചേർത്ത് പിടിക്കാൻ സാധിക്കും, അല്ലേ? ഒരുപാട് മിനിസ്ട്രികളെ, ഒരുപാട് മിഷനുകളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ സാധിക്കും. അപ്പം ആ ഒരു പ്രതീക്ഷ വരുമ്പോൾ നമുക്കുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഈശോയ്ക്ക് കൊടുക്കും. നമ്മൾ പറഞ്ഞ പോലെ ഒന്നുമില്ലായിരുന്നല്ലേ ഞങ്ങൾ വളർന്നേ. അപ്പം ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്ന ഇതാണ്. സിമിയും ഞാനും സംസാരിക്കുമ്പോൾ, ഞങ്ങൾ ഈ രാത്രിയിലോ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് തരുന്ന ഒരു ചിന്ത ഇതാണ്. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എല്ലാം പരിമിതമാണ്, എല്ലാ അവസ്ഥകളും പരിമിതമാണ്. പക്ഷെ ഈശോയുടെ ബുദ്ധിക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ രഹസ്യങ്ങളും വെളിപ്പെടുത്താൻ തക്ക ശക്തിയുള്ള തമ്പുരാൻ നമ്മുടെ കൂടെ ഇല്ലേ? അപ്പൊ ആ ഒരു ധൈര്യം
ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ്. ഞങ്ങളോടിപ്പോൾ ഒരുപാട് പേര് സഹകരിക്കുന്നുണ്ട്, പല മിഷൻസ് മീഡിയാസ് ഒക്കെ സഹകരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഞങ്ങൾക്ക് ഒരു മുൻപരിചയമില്ലാത്തവരാണ്. ഇവരൊക്കെ എങ്ങനെ ഞങ്ങളെ ഒപ്പം ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതകരമായ സംരക്ഷണം തന്നെയല്ലേ. അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഒരുക്കിയെടുക്കാൻ പറ്റുകയും ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കും. കൊച്ചിയിൽ ഇൻഫോ പാർക്കിലാണ് നമ്മുടെ ടെക്നോളജി ടീമുള്ളത്. അപ്പം അവിടെ ഇനിയും കൂടുതൽ ആനിമേറ്റേഴ്സിനെയും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെയും അടക്കം ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു തലമുറയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മിഷന് എൻ്റെ ജീവൻ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത്. എൻ്റെ ശ്വാസത്തിൻ്റെ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയ്ക്കുള്ളതാണ് എന്ന് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ പറയാണ്. ഞങ്ങൾ ജീവിക്കുകയാണ്, ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം 20 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടികൾ പള്ളിയിൽ വന്നില്ലെങ്കിൽ, അവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, അവർ ജപമാല എന്താണെന്ന് പോലും അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു അത് എൻ്റെയും സിമിയുടെയും ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ പരാജയമാണ്. കത്തോലിക്കർ എന്ന രീതിയിൽ ഞങ്ങളുടെ പരാജയമാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്ന ഒരു തലമുറയെ ചേർത്ത് പിടിച്ച് പുതിയ തലമുറയിലേക്ക് വിശ്വാസത്തിന് വെളിച്ചം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കില്ലേ. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ ചലഞ്ചസുകൾ പലവിധം ഉണ്ടെങ്കിലും ജപമാല അമർത്തി പിടിക്കുമ്പോൾ ഒരു ധൈര്യം വരും. കുട്ടിക്കാലം മുതലേ ജപമാല അമർത്തി പിടിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം വരും. ആ ധൈര്യമാണ് മുന്നോട്ട് നയിക്കുന്നത്. ജോഫിൻ ചേട്ടാ, സിമി ചേച്ചി, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, അതോടൊപ്പം സാൻഡോ മിഷൻ എന്താണെന്നുള്ളതും ഇനിയുള്ള തലമുറകൾക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടുന്നുള്ളതും ഞങ്ങളോട് പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. ദൈവം സമൃദ്ധമായി തുടർന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ ഒരു മിഷൻ ഇനിയും തുടർന്ന് നിരവധി ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉപകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി. താങ്ക് യു മോളെ. ഒത്തിരി സന്തോഷം മോളോട് ഞങ്ങൾക്ക് ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്കുള്ള അനുഭവങ്ങൾ, ഇപ്പം ഞങ്ങളെക്കാളും അനുഭവമുള്ള ഒരുപാട് പേര് ഈ ലോകത്ത് പല ഭാഗത്തുണ്ടാവില്ലേ. അവരെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ലേ. ആ ഒരു ചിന്തയാണ് നമ്മളെ ഈ ഒരു മിഷനിലേക്ക് നയിക്കുന്നത്. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു കൊതി നൽകുന്നത് അല്ലേ. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. സാൻഡോ കാത്തലിക് മിഷന് നിങ്ങളെല്ലാവരും വർഷങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രാർത്ഥനകൾക്കും പിന്തുണകൾക്കുമായിട്ട് ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ലോകം മുഴുവൻ സകല സൃഷ്ടിജാലങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കാൻ ആഗ്രഹിച്ച എന്നിൽ 7 വയസ്സുകാരൻ്റെ സ്വപ്നത്തിൻ്റെ തുടക്കമാണ് സാൻഡോ മിഷനിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊരു പ്രതീക്ഷയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഈ ഒരു ചെറിയ മിഷൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.